Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my husband வாசு. வணக்கம். ஓகே, நம்ம வந்து சூப்பரான ஒரு மூவி பார்க்க போறோம். என்னோட மோஸ்ட் ஃபேவரட் மூவி நேம் வந்து உருமி. உருமியில யாரெல்லாம் நடிச்சிருக்காங்கன்னா, பிருத்விராஜ் இருக்காங்க, பிரபுதேவா, ஜெனிலியா, நித்யா மேனன், இவங்க எல்லாருமே நடிச்சிருக்காங்க. ஆர்யா விட்ட ஆர்யா, தபு, வித்யா பாலன். அப்புறமேட்டு டைரக்டர் நேம் பார்த்தோம். பட் எங்களுக்கு தெரிஞ்ச நேம் மாதிரி எதுவும் இல்லை. இது வரைக்கும் நாங்கள் பார்த்ததுல இது வந்த டைரக்டர் மாதிரி தெரியல. மியூசிக் டைரக்டருமே தீபக் தேவ்னு பார்த்தோம். அவரோட மியூசிக்மே நாங்கள் எதுவும் பெருசாக கேட்டதில்லை. அவங்களோட ஒர்க் எங்களுக்கு எதுவும் பெருசாக தெரியல. பட் இந்த பர்டிகுலர் மூவி இருக்குல்ல, இது வந்து என்னோட ஒன் ஆஃப் தி மோஸ்ட் ஃபேவரட். இப்போ எப்படி நமக்கு பாகுபலி எல்லாம் பார்த்தா நமக்கு பிடிக்கும்னு சொல்லுவோம்ல, அந்த மாதிரி எனக்கு இந்த மூவி லிஸ்ட் வந்து ஒன் ஆஃப் தி ஒரு எப்பவுமே ஃபேவரட் லிஸ்ட்ல இருந்த ஒரு மூவி. ரொம்ப நாள் கழிச்சு இந்த மூவியை நான் ரீவாச் பண்ண போறேன். பட் இவங்களுக்கு இது ஃபர்ஸ்ட் வாட்ச். என்னோட ஃபேவரட் இல்ல, என்னோட டேஸ்ட் வந்து இவங்களுக்கு பிடிச்சிருக்கா நம்ம பாப்போம். என்ன ஸ்டோரி பிளாட் ஏதோடது அதெல்லாம் சொல்ல முடியாது. படம் பார்த்தது. ஆனா நான் வந்து நிறைய அப்பவே சின்ன வயசுலயே பாத்துருக்கேன். ஏதோ வந்துட்டு பீரியாடிக் மாதிரி சம்திங் ஃப்ரண்ட் அண்ட் பேக் மாதிரி போயிட்டு வர மாதிரி காமிச்சிருப்பாங்க. நான் வந்து நிறைய சன் டிவில அந்த மாதிரி எல்லாம் போடுவாங்கல்ல, அப்ப பார்த்தது. நான் வந்துட்டு ஃபுல்லாலாம் ஒரு சில சாங்ஸ் எல்லாம் கேட்டிருக்கேன் அதுல. ஓகே, மூவில போயிடலாம். ஓகே. മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞിട്ട് കേരളമുണ്ടായി എന്നൊക്കെ നാം പുരാണം പറയുമെങ്കിലും വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസ് കപ്പലോട്ടക്കാരന്റെ കണ്ടെത്തൽ എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ പടിഞ്ഞാറൻ ലോകം തൊട്ടറിയുന്നത്. 1498 ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തുക അത്യന്തം സാഹസ്യമായിരുന്ന കാലത്ത് ചെറുപ്പക്കാരനായ വാസ്കോ അയാളുടെ ചേട്ടൻ പൗലോ ഡാഗാമയെയും നിക്കോളാവു, ഗോൺസാലോ എന്നീ വിശ്വസ്തരെയും കൂട്ടി മാനുവൽ രാജാവിൻ്റെ അനുഗ്രഹത്തോടെ 4 കപ്പലിൽ യാത്ര തുടങ്ങി. യാത്രയുടെ ലക്ഷ്യം ഉറപ്പില്ലായിരുന്നതുകൊണ്ട് കപ്പലിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളായിരുന്നു കൂടുതലും. അലഞ്ഞ് നശിച്ച് നട്ടം തിരിഞ്ഞ അവർ അവസാനം ആഫ്രിക്കയിൽ മെലിന്തി എന്ന രാജ്യത്തിന്റെ രാജാവിനെ വിരട്ടി ഒരു ഗുജറാത്തി പൈലറ്റിനെ കൂട്ടത്തിൽ ചേർത്തു. അയാളാണ് കോഴിക്കോട്ടേക്കുള്ള വഴി ഗാമയ്ക്കും കൂട്ടർക്കും കാണിച്ചു കൊടുത്തത്. ഏതൊരു അതിഥിയെയും കൗതുകത്തോടെ സ്വീകരിക്കുന്ന കേരളം അവരെയും വരവേറ്റു. ഉള്ളതിനേക്കാൾ കൂടുതൽ അറിവുണ്ടെന്ന് നടിക്കുന്ന ആണുങ്ങളുടെയും കാഴ്ചയ്ക്ക് തീരെ ചന്തമില്ലാത്ത കുട്ടിപ്പെണ്ണുങ്ങളുടെയും നാട് എന്നാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറ്റി ഗാമയുടെ യാത്രയുടെ ലോഗ് ബുക്കിൽ പറയുന്നത്. സാമൂതിരി, ശക്തനും ഭക്തനുമായ ഭരണാധികാരി. ഗാമയുടെ സമ്മാനങ്ങളായ പഞ്ഞിമെത്തയിലും തൂവൽ തലേണയിലും ഒന്നും അദ്ദേഹം വീണില്ല. ഗൾഫിൽ ഇന്ന് എണ്ണ എങ്ങനെയോ അതുപോലെ ആയിരുന്നു കേരളത്തിൽ അന്ന് കുരുമുളക്. അതിലായിരുന്നു ഗാമയുടെയും കണ്ണ്. ഇത് തരാമോ? അന്നുള്ളതിനേക്കാൾ 3 ഇരട്ടി വില കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. പക്ഷേ നടപ്പ് വ്യവസ്ഥകൾ വിട്ടുള്ള കച്ചവടത്തിൽ സാമൂതിരി താല്പര്യം കാണിച്ചില്ല. ഊട്ടുപോരെ കൊണ്ട് ചോറ് കൊടുക്കണോ? ആൾക്കാരെ ഇവിടെ തന്നെ വിട്ട് അത്ര സന്തോഷമില്ലാതെയാ ഗാമ തിരിച്ചു പോയത്. അയാളുടെ ജന്മദേശത്ത് ആഘോഷങ്ങൾ പൊടി പൊടിച്ചു. വരും തലമുറയ്ക്ക് മുന്നിൽ സമ്പത്തിന്റെ ഒരു വലിയ കടൽമാർഗം കണ്ടുപിടിച്ച മഹാൻ എന്ന് ചരിത്രം അയാളെ വാഴ്ത്തി. അയാളെ നായകനാക്കി മഹാകാവ്യം എഴുതപ്പെട്ടു. പക്ഷെ ഒരു പിടി കുരുമുളകിൽ മാറി മറിഞ്ഞത് നമ്മുടെ നാടിന്റെ ഭാവിയായിരുന്നു. ചരിത്രം അവിടെ നിൽക്കട്ടെ. ഈ എളിയ ചലച്ചിത്ര സഞ്ചാരം തുടങ്ങുന്നത് സ്വന്തം ചരിത്രത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഭൂതകാലത്തിന് കൗതുകകരമായ ഒരു ആവർത്തന സ്വഭാവമുണ്ടെന്ന് തീരെ വിശ്വസിക്കാത്ത 2 ചെറുപ്പക്കാരിൽ നിന്നുമാണ്. കൃഷ്ണദാസ് എന്ന കേടി, തൻസീർ എന്ന ടാസൻ. ഒരേ ഒരാഴ്ച തന്നാൽ മതി, ഞാൻ പൈസ ഉറപ്പാണ് തിരിച്ചു തരും. ഇവനാണ് സത്യം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഹായ്, ഡെയ്സി ഡാക്കുന. നിർവാണ എന്ന നാച്ചുറൽ ഔട്ട്സോഴ്സിംഗ് കമ്പനിയുടെ റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ ഹെഡാണ് ഞാൻ. കേരളത്തിലുള്ള കെഡിയുടെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി, അതിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് ഒരു സ്ട്രോങ് ഇൻട്രസ്റ്റ് ഉണ്ട്.
കേരളത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഒന്നും ഇല്ലല്ലോ. കൃഷ്ണദാസിന് കണ്ണാടി ഫോറസ്റ്റ് റേഞ്ചിൽ ഒരു ട്രൈബൽ സ്കൂളൊക്കെ നടത്തുന്ന പ്രോപ്പർട്ടി എന്റെ അമ്മയുടെ തറവാട് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആർക്കൊക്കെയോ വിറ്റത് ആരാണ്ടൊക്കെ കൊണ്ടുപോയി. എന്നാൽ അത് ആരും കൊണ്ടുപോയിട്ടില്ല. ആ പ്രോപ്പർട്ടി നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഹൈനസ് രവി വർമ്മ രാജ ലീസ് ഔട്ട് ചെയ്തായിരുന്നു. ഇപ്പോ ആ ലീസ് പീരിയഡ് എക്സ്പയറി ആയി. ആൻഡ് മിസ്റ്റർ കൃഷ്ണദാസ് ആസ് ദ ലാസ്റ്റ് റോയൽ എയർ നിങ്ങളാണ് ആ പ്രോപ്പർട്ടിയുടെ സോൾ ഓണർ. എത്രയുണ്ട്? 102 ഏക്കർ. ഒരേക്കർ ഒപ്പ. എന്നാലും പേപ്പേഴ്സിൽ അത്രയും തന്നെ ഉണ്ട്. മാർക്കറ്റ് വാല്യൂ അറിയാലോ. ഹലോ, ഇയാളാരാണ്? ആ റീജിയനിലെ MLA ആണ്. ജനപ്രതിനിധി. ചേട്ടന്റെ അമ്മാവിനും വല്ല ഹൈക്കോടതിയിലോ മറ്റോ ആണോ? ഇതൊരു ചെറിയ അഡ്വാൻസ്. മാർക്കറ്റ് രാജപുരത്തെ അവര്. ഞങ്ങളുടെ ഓഫർ. നിങ്ങൾക്ക് അന്വേഷിക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം. വി ആർ ഓപ്പൺ. ഇഷ്യൂസ് അങ്ങനെ എന്തും സോൾവ് ചെയ്യാൻ കൈമൾ ഇസ് അവർ മാൻ. ഇയാൾ സഹായിക്കും. இவங்க தான் டப் பண்ணாங்களா? ஏய் மழை போறது எடுக்க எங்க கேட்ட மாதிரி இருக்கேன். കിഴക്കിലെ മഴയാ പോച്ച് എടമേற்கிലെ എന്നാച്ച് ഇവിടെ ഒരു പാട്ട് ഹോം കമ്മിങ്ങിന്റെ ഒരു ഫീലിങ്സ് ഒന്നും അടിക്കുന്നില്ലല്ലോ ടാർസ. ഫോറിനർ കിட்ட சேல்ஸ் பண்ணதுல സെന്റിമെന്റ്സ് എതും ഇല്ല. ഇതിപ്പോ നോക്കി നടത്തുന്ന എൻജിഒക്കാരി ആള് കുറച്ച് ടഫാണ്. കഥനകഥകൾ പലതും പറയും. കാര്യങ്ങൾ തീരുമാനമായി അങ്ങ് ഉറപ്പിച്ച് പറയണം. ഡാടാ ചോദിക്കട്ടെ, നിങ്ങളുടെ ടീച്ചർ മാഡം മാഡം മാം മാഡം അത് കൊണ്ടുവന്നോ? ഏത് பைத்தியமா? എന്തുവാടാ? நான் ஃபிகர் மச்சான். സൂപ്പർല. இந்த ஃபிகர் யாரே? പേടിച്ചു പോയോ കൃഷ്ണദാസ്? അതെ, കൃഷ്ണദാസ്. ഭൂമി, അതാണ് എന്റെ പേര്. இவங்க ആക്ച്വലി ഞാനൊരു താങ്ക്സ് പറയാതിരിക്കായിരുന്നു. എന്റെ അമ്മയുടെ പേരിൽ ഇത്രയും വർഷം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി പോകുന്നത്. സി മിസ്റ്റർ കൃഷ്ണദാസ്, നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയുടെ വിൽപ്പന എന്നതിലുപരി there is a social issue involved here. അത്രയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. ചിന്തിക്കണം. ഉം? യഥാർത്ഥ ചിത്രം നിങ്ങൾ അറിയണം. ஓ தபுவா. അബുവാ വിദ്യാഭ്യാസം തെറ്റില്ല. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന MLA രവീന്ദ്ര കൈമൾ ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ നെക്സസിന് പിന്നിൽ ഒരു ഇന്റർനാഷണൽ മൈനിങ് കോർപ്പറേഷനാണ്. എനിക്കറിയാം, നിർവാണ അവരെന്നെയും വന്ന് കണ്ടിരുന്നു. സോ ഈ ലൊക്കാലിറ്റിയിൽ മൈനിങ് തുടങ്ങിയാൽ ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഹസാർഡ്സിനെ പറ്റി നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലേ? ഇല്ല. എന്നാൽ മിസ്റ്റർ കൃഷ്ണദാസ്, ഈ സെയിൽ നടക്കണമെങ്കിൽ നിങ്ങളുടെ അമ്മ, ഞങ്ങളുടെ പേട്രൺ ലേറ്റ് ചന്ദ്രമണി തമ്പുരാട്ടിയുടെ തീരുമാനപ്രകാരം 2 സിഗ്നറ്ററീസ് വേണം. இன்னொன்னு അതാര്? കാശ് കൊടുത്താൽ ഒതുങ്ങാത്ത ബന്ധുക്കൾ ലോകത്ത് ആർക്കുമില്ല. കാശ് എന്തെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത ഒരാളാ. ഓ ഈ കുട്ടിയുടെ അമ്മയുടെ മരണത്തിന് ശേഷം തമ്പുരാട്ടി തന്റെ സമയത്തിന്റെ വലിയൊരു പങ്കും മാറ്റിവെച്ചത് ഇവൾക്ക് വേണ്ടിയായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ താക്കോൽ എന്റെ അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ സ്കൂൾ മാത്രമല്ല, ഈ കുട്ടിയുടെ ചുമതല കൂടിയായിരുന്നു കൈമാറിയത്. തമ്പുരാട്ടി ഈ കുട്ടിയെ ഈ പ്രോപ്പർട്ടിയുടെ അവകാശത്തിന്റെ ഒരു നോമിനി ആക്കിയത് ഇന്ന് സംഭവിക്കുന്നത് പോലെന്തോ മുൻകൂട്ടി കണ്ടിട്ടാവണം. ഇന്നവേ ഷീസ് പ്രൊട്ടക്ടിങ് അസ്. സി മിസ്റ്റർ കൃഷ്ണദാസ്, നിങ്ങൾക്ക് വരെ നിവൃത്തിയില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ ലീസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതിൽ നിന്നും നിങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ല. ഇനി ഈ കുട്ടിയുടെ കാര്യമാണ് ബോധർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട കടലാസിൽ അവളുടെ തമ്പിം ബ്രഷേ അത് ചോദിക്കേണ്ടതേ ഉള്ളൂ. പറ്റില്ല എന്ന് പറയാനോ മറിച്ചൊരു തീരുമാനമെടുക്കാനോ അവൾക്കറിയില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ ഈ കാണുന്ന സ്കൂൾ ഉൾപ്പെടെ 100ഓളം ആദിവാസി കുടുംബങ്ങൾ അവരുടെ നാടെന്ന് വിശ്വസിക്കുന്നതിനെയാണ് ഉടച്ചു മാറ്റാൻ പോകുന്നത്. ആ തീരുമാനം അവരെ അറിയിക്കുക എന്ന കടമയെങ്കിലും നിങ്ങൾ ചെയ്യണം. യു ഷുഡ് ഗോ മീറ്റ് ദം. ഈ സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റി കൈമാറിയപ്പോൾ നിങ്ങളുടെ അമ്മ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണിത്. ആ കടലാസിൽ ഒപ്പിടുമ്പോൾ മേക്ക് ഷുവർ യു യൂസ് ദിസ്. പിന്നെ ഇനി കാട്ടിൽ പോയിട്ട് അവരെ കാണാൻ പോകുന്നില്ലേ? കൃഷ്ണ കാക്കനെ, അതിമോഹമാണ് ടാർസ എന്നെ കൊണ്ട് കല്ല് മുള്ളും ചവിട്ടിക്കുന്നത്. என்ன ஆரஞ்சு கலர்லாம் வந்து வச்சிருக்காங்க. ட்ரைபிள்ஸா? ஏன் இவங்க பிடிச்சி வந்து வச்சிருக்காங்க? നിങ്ങൾ വിൽക്കാൻ പോകുന്ന ഭൂമി ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അല്ല അത് ഞാൻ എക്സ്ക്യൂസ് മീ ഞാൻ സാരി. കൃഷ്ണ നാട്ടുകാരനെ ആദ്യം തമ്പുരാന്റെ രാജ്യം മാറ്റാൻ പണ്ട് പുലി പറഞ്ഞു പോയതാ. അകത്തുണ്ട്, അനുവാദം വാങ്ങണം. ഇത് മിസ്റ്റർ തണ്ടച്ചൻ. ആര്യ
நானே மறந்துட்டேன். അറിയോ? റാണി മാത്രമേ ശേഷിച്ചുള്ളൂ. പക്ഷെ അവളൊന്നു മതി വിട്ടുപോയവര് തിരിച്ചെത്താൻ. തന്റെ അച്ഛനാണോ? ഇവിടെ ചോദ്യങ്ങൾ അങ്ങോട്ടുള്ളതല്ലേ. നീ ആരാണെന്ന് നിനക്കറിയാമോ? കൃഷ്ണദാസ്. ഐഡി ചോദിക്കരുത്. അത് വെളിയിൽ തോക്കും പിടിച്ചോണ്ട് നിൽക്കുന്ന ചേട്ടന്മാരെ കൊണ്ടുപോയി. അറിയാമോ രാമവർമ്മരാജേ? അതെ, എന്റെ അച്ഛനാണ്. അച്ഛന്റെ ഫ്രണ്ട് ആണല്ലേ. നൈസ് ടു മീറ്റ് യു അങ്കിൾ. എന്നെ കെട്ടോ നഴിച്ചോടെ പാലയുടെ പുറത്ത് വലിയ. നിനക്ക് അച്ഛനെ അറിയാം, അച്ഛന്റെ അച്ഛനറിയോ? രവി വർമ്മ. അപ്പോ അച്ഛന്റെ അച്ഛനെയും അറിയാം. അച്ഛന്റെ 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 അച്ഛനെ അറിയോ? അതെ, ഞാൻ ഇവിടെ വന്നത് ഒരു വസ്തു കച്ചവടത്തിനാണ്. എന്റെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. ഈ ഒടുക്കത്തെ ചോദ്യത്തിന് ഒരു ആക്കലുണ്ടായിരുന്നു. ആക്ച്വലി സ്വാമിക്ക് എന്താ വേണ്ടത്? കാല് ചവിട്ടി നിൽക്കുന്ന മണ്ണ് വിൽക്കാൻ വന്നതല്ലേ? അതിൽ ചോര പൊടിച്ചു പോയ പേര് നീ അറിയണം. ഇടവഴി പല വഴി നടന്ന് പെരുവഴി ആയതല്ലേ? വിറ്റ് തൊലയ്ക്ക് മുമ്പ് ഒരു പിടി മണ്ണ് കയ്യിൽ വെച്ച് ചിന്തിക്കേ നീ ആരെന്ന്. പൊന്നും പണവും തന്ന് മുളക് വാങ്ങാൻ വന്ന പറങ്കികൾ നാട് മുടിക്കാൻ മുടിവെടുത്ത് കടലടിഞ്ഞ നാൾ നിന്റെ പൂർവികൻ കേളു നായനാർക്ക് വയസ്സ് 8. വാസ്കോ പറങ്കി കരയ്ക്ക് വിട്ടുപോയ കടൽ കൊള്ളക്കാർ നാട് നീളെ അക്രമം അഴിച്ചുവിട്ടു. அந்த வாஸ்கோ காமா ஃபுல்லாவே வந்து அரெஸ்ட் பண்ண பேட் கேஸை கூட்டிட்டு வந்திருப்பாங்க. கூட்டிட்டு வந்தவங்க நம்ம லேண்ட்ல டம்ப் பண்ணிட்டு போயிடுவாங்க. அவங்க ஊர்ல குற்றவாளிகள் കാക്കാൻ ഇവിടെയും മണ്ണിൽ ആളുണ്ടായിരുന്നു. അബുവിന്റെ കല്യാണ പുരയിൽ പറങ്കിക്കാടുമാരുടെ ആക്രമണം. ஆரியாக்கு மாசான ரோல் ஒன்று இருக்கு போலயே. ൂക്ക് കാട്ടാൻ ഇറങ്ങുമ്പോ ആളുകളോട് അറിയണം, ഇത് ചിറക്കല്. ഞാൻ ചിറക്കല് കൊത്തുവാൾ. കടല് കടന്നു വന്നത് മണ്ണിന്റെ മതിപ്പിലെത്താനാണോടാ? ആയില്ല, തീവട്ടി പരിച്ചാണേ. പെണ്ണിനെയും പിഞ്ചിനെയും ഒരു കാലവും നോവിക്കരുത്. അത് ഈ നാട്ടിലെ ഓരോ ആൺപിറന്നവന്റെയും ഉറപ്പാ. സമ്പത്തിലേക്കുള്ള വഴി നമ്മുടെ നാട്ടിലേക്കുള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച വാസ്കോ രണ്ടാമതും വന്നു. ഇത്തവണ ഭിക്ഷ ചോദിച്ചല്ല, യുദ്ധം ആഗ്രഹിച്ച്. 15 പടക്കപ്പലുകളുടെ വ്യൂഹവുമായി അവർ ഏഴിമലയ്ക്കടുത്ത് തമ്പടിച്ചു. പക്ഷെ കഷ്ടകാലത്തിന് അവരുടെ മുന്നിൽ ആദ്യം അകപ്പെട്ടത് മെക്കയിൽ നിന്നും പുണ്യദർശനം കഴിഞ്ഞു വരുന്ന ഒരു ഹജ്ജ് കപ്പലായിരുന്നു. വാസ്കോ അതിന് പിടികൂടി. ഖ്വാജ കാസിം എന്ന കോഴിക്കോടൻ കച്ചവടക്കാരൻ്റെ അനുജൻ അൽപ്പക്കയുടെ കപ്പലിൽ 400-ലധികം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. 4 കപ്പൽ നിറയെ മുളക്, അത്ര തന്നെ സ്വർണ്ണം. അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വാസ്കോ വഴങ്ങിയില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് സംഭവിച്ച അപായത്തിൽ നാട് വാഴുന്നവർ രോഷം കൊണ്ടു. ദുഭാഷയെ കൊണ്ട് കത്തെഴുതിക്ക്. പറങ്കി കപ്പലിലേക്ക് ബ്രാഹ്മണനും മകനും യാത്രയാകട്ടെ. നിരായുധനായി സ്വന്തം മകനെയും കൂട്ടി വരുന്ന അച്ഛനെ അവർ ദ്രോഹിക്കില്ല. ഞാൻ തയ്യാറാണ് തമ്പുരാൻ. പക്ഷേ എന്റെ ഉണ്ണിയെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കർമ്മം ചെയ്യാൻ പുത്രൻ അവനൊന്നേ എനിക്കുള്ളൂ. കഥയും കാര്യവും പറഞ്ഞിരിക്കാനുള്ള നേരമല്ല ഇത്. സഭ കൂടി പിരിയുമ്പോഴേക്കും 400 ജീവനുള്ള രക്ഷയാണ് അപകടത്തിലാവുന്നത്. എന്റെ മകനെ അയക്കാം. ചിറക്കൽ കൊത്തുവാളിന്റെ മകൻ കേളു നമ്പൂതിരിക്കൊപ്പം പറങ്കി കപ്പലിലേക്ക് പോകും. நெகோஷியேட் பண்றதுக்கு கப்பல் இருப்பாங்க. இந்த ஆரியாவுக்கு வந்துட்டு பிருத்திவியே வாய்ஸ் கொடுத்துருக்காரு நினைக்கிறேன். നിനക്ക് പേടിയുണ്ടോ? അമ്മ കൈയും അച്ഛൻ കൈയും നെറുകിലുണ്ട്. ഒരു ശത്രുവിന് മുന്നിലും തലകുനിക്കരുത്. ഇത് ധർമ്മം. ഞാൻ കൂടെ എത്തും. അച്ഛന്റെ വാക്ക്. எதுக்கு இவனை அனுப்பிச்சு விடுறாங்க? அவரும் அவர் பையனும் போக வேண்டியது நெகோஷியேட் பண்றதுக்கு. அவர் என் பையனை அனுப்பல, எனக்கு அப்புறம் கருமதி பண்ணக்குள்ள ஆள் இருக்க மாட்டாங்கன்னு. அதனால ஆரியா என் பையனை அனுப்புவான். കരയിൽ അവരുടെ തിരിച്ചുവരവിനായി ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തുനിന്നു. സാമൂതിരിയെയും കോലത്തിരിയെയും കപ്പൽ തട്ടിൽ അനുരഞ്ജന ചർച്ചയ്ക്ക് പ്രതീക്ഷിച്ച വാസ്കോ അപേക്ഷയുമായി വന്നവരെ തികഞ്ഞ അവജ്ഞയോടെയാണ് സ്വീകരിച്ചത്. വെറിപൂണ്ടു നിൽക്കുന്ന വിദേശിക്ക് മുന്നിൽ വിചിത്രമായ നാട്ടാചാരങ്ങൾക്ക് എന്തു പ്രസക്തി? ആ കുട്ടിയുടെ കണ്ണുകളിൽ വാസ്കോ കണ്ടു കൊമ്പ് മുള പൊട്ടുന്ന ഒരു ശത്രുവിനെ, അഭിമാനം അടിയറവ് വയ്ക്കാത്ത ഒരു ജനതയെ. யாருக்கு ஐயே என்ன 400 பேருமா? ഇന്നത്തെ സൂര്യനൊപ്പം ആ പറങ്കി കപ്പലും ഈ കടലിൽ താഴണം. നാളെ ഉദിക്കാൻ വാസ്കോയുടെ അഹങ്കാരം ബാക്കിയുണ്ടാവരുത്. മോന്റെ വക ഒരു ഇല കൂടെ വെക്കാം. അന്നം തന്ന നാടിന്റെ മുഖം കെടുത്താൻ നിനക്കൊക്കെ ഇന്ന് ഹരം. ചേണിച്ചേരി പഠിപ്പിച്ച വേദം മറക്ക്. വേണ്ട, വേണമെന്നുള്ളവൻ പേര് നീ ഓർമ്മിച്ചു വെക്കേ. ചേണിച്ചേരി കുറുപ്പ്. അവനെ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. അവനെ ഒന്നും ചെയ്യരുത്. അവനൊരു കുട്ടിയല്ലേ. സമാധാനം സംസാരിക്കാമെന്ന് ഞങ്ങളോട് നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. തന്മുന്നിൽ കെഞ്ചിയ സാധുവിന്റെ നാക്കും ചെവിയും അറുത്തുമാറ്റി
അനുസരണ കാട്ടാത്ത കാവൽപ്പട്ടിയുടെ ചെവി അപേക്ഷിക്കാൻ വന്നവന്റെ തലയിൽ തുന്നിച്ചേർത്തു. ലോകം മഹാനെന്ന് വാഴ്ത്തുന്ന നാവികൻ. ஐயோ என்ன பண்ணி வச்சிருக்கானுங்க? டாகோட காதை கட் பண்ணி இவரோட காது கட்சி வச்சுட்டாங்க. இங்க. ஐயோ அவன் அங்கேயே கொண்டிருக்கும். போகும். ஐயோ பயங்கர ட்ரமடைசிங்கா இருந்திருக்கும்ல. ശവങ്ങൾ അടിഞ്ഞു കയറിയ കടപ്പുറത്ത് ജീവനറ്റു പോകാതെ കേളുവിനായി എന്നോണം ഒരമ്മ കിടന്നു. തങ്ങളുടെ ആയുസ്സിന് പകരം കൊടുക്കാൻ ഊരിവെച്ച അവരുടെ സമ്പാദ്യം ഉടപ്പിറപ്പുകളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഉടലിലിട്ട പൊന്ന് അവരവന് കൊടുത്തു. വിറയ്ക്കുന്ന കയ്യിലല്ല, തിളയ്ക്കുന്നുള്ളിലാണ് അവനത് വാങ്ങിവെച്ചത്. തണുപ്പും വിശപ്പും തളർത്തിയ കേളുവിനെ അവന്റെ വവ്വാലി കണ്ടെത്തിയത് ഇവിടെ വെച്ചാണ്. കഷ്ടപ്പെടുന്നവനോട് ഏതൊരു തമിഴനും കാണിക്കുന്ന അൻപ് അത് ഉൾക്കൊണ്ട് അവൻ വളർന്നു. ഉള്ളിൽ ഉറച്ചുപോയ പകയുടെ ലോഹം അവൻ ഒരു ആയുധത്തിലേക്ക് ഒരുക്കിയിറക്കി. ഇരുമ്പിന്റെ കനമല്ല, ഉറുമിക്ക് വേണ്ടത് നിന്റെ ഒരു തുള്ളി ഉയരാൻ. കൊച്ചി മുതൽ കൊങ്കണം വരെ പറങ്കിയുടെ സാമ്രാജ്യം വളർന്നു. അതിനെ തടയാൻ ആത്മാവിൽ അഗ്നിയുള്ള ഒരു പൊന്നുറുമി അവന് മുന്നിൽ ജീവൻ വെച്ചു. ഏതായുധത്തിനും വേണം ആ ഉൾക്കരുത്ത്. അവന്റെ ഒപ്പം എന്നും ഉണ്ടായിരുന്നു അച്ഛന്റെ വാക്ക്. യോദ്ധാവിന്റെ കൈയിനോടല്ല, ഉറുമിയോന്റെ ഉള്ളിനോടാണ് അണങ്ങേണ്ടത്. இதுதான் உரிமையா? ஓப்பனிங்ல வந்து வெப்பன் இவர் இப்ப தமிழ்நாட்டுக்கு வந்துட்டாரு போறதுப்பா. கரை ஒதுங்கி പരീക്ഷകളുടെ വെയിലത്ത് കേളു വളർന്നു. അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, വാസ്കോ പറങ്കിയുടെ കുരുതി. அவர்தானே அது? ഓ ഇല്ലയാ, அதுக்கு അടുത്ത് இன்னொரு ഇരുമൃഗങ്ങൾ ഉന്നം നൽകിയ കളരിയിൽ വേട്ടയ്ക്കൊരു മകൻ ചൂട് വച്ചു. ஓ இப்ப பிருத்திவியா பையன்? நல்லா இருக்கே இது. நான் ஆரியா வருவார் நினைச்சேன். இவர் வளர வளர அங்க வாஸ்கோ காமா எல்லா சைடும் கைப்பற்றிட்டு இருக்காரு. கொஞ்சமா வளர்ந்துட்டு இருக்காங்க. என்னாச்சு? സുഹതാക്കളെ, ഇനി ഇതിനെ ചുട്ടെടുക്കാനുള്ള കല്ല് കട്ടിത്താ. അതിനെ വിട്ടേക്ക് പോവാലേ, അതിന്റെ പള്ളയിൽ ജീവനുള്ളതാ. എങ്ങനെ? அது பிரெக்னென்ட்டா இருக்கும். ഓ അങ്ങനെ നീ പറഞ്ഞത് ശരിയാ. പെണ്ണ പെണ്ണിനെയും പിഞ്ചിനെയും നോവിക്കരുതെന്ന് ആയുധം തന്ന നാൾ പറഞ്ഞു പഠിപ്പിച്ചത് ഏഷ്യനും കൂടിയായ അച്ഛൻ. ആ വാക്ക് തെറ്റിച്ച് കുരുത്തക്കേട് കാണിക്കണ്ട. അപ്പൊ എന്റെ അത്താളം മുടക്കരുതെന്ന് ഉമ്മ പറഞ്ഞ വാക്കിന് വിലയില്ലല്ലേ? ചങ്കായി പറഞ്ഞു ശരിയാ. അല്ലല്ലോ ജീവനുണ്ട്. വേർത്ത് പോയ ഉപ്പ് നഷ്ടം. വിശപ്പ് കൂടെ ഉണ്ടെങ്കിൽ എത്തേണ്ട അടുത്ത് പെട്ടെന്ന് എത്തും. ചങ്കായ് யாருப்பா அது? யாரா இருக்கும்? நித்யா வேணா? என்னப்பா மாத்தி மாத்தி வந்துகிட்டு இருக்காங்க? மியூசிக் பத்தியா? செம்மையா இருக்குல்ல மியூசிக். കൊടി ചിറക്കിലത്തെയാ? അതെ, ചിറക്കലത്തെ പെൺകൊടി തന്നെ. കോലത്തെ നാട്ടിൽ അരിനെല്ല് മുട്ട വരാതെ 7 കടലോളം കീർത്തിയും അഭിവൃദ്ധിയും കനിഞ്ഞു തരണേ ശിവനെ. അടങ്ങിയിരിക്കണം. ചന്തമുള്ള പെണ്ണിന്റെ പുറകെ പോയ നിന്റെ ചങ്കെടുത്തവള് ശംഖൂതും. ഊതണം, ഊതട്ടെ, ഊതിക്കോട്ടെ. போச்சு. കൈകാല് പിടിച്ചുകെട്ട് ജീവനോടെ വേണം അവളെ മാത്രം. നാവാട്ടം നിർത്തി പറഞ്ഞ വാക്കിന്റെ ചുണകാട്ട്. നീ പറഞ്ഞത് ശരി. ഞാൻ ചിറക്കൽ ബാല. എന്നെ പിടിച്ചു കെട്ടുന്നത് പോയിട്ട് എന്റെ അകമ്പടി പെണ്ണിന്റെ മുടിയിലെ ഒരു പൂവെങ്കിലും തൊടാൻ പറ്റുമെന്ന് നീ നോക്ക്. പോയി അഹങ്കാരി ഒരു പാഠം പഠിപ്പിക്ക. ഒച്ച വെച്ച് മറിച്ചിട്ടോ? அவனும் கூட லிங்க்ல இருக்கானுங்க இவனுங்க. கண்ணு இருக்குன்னா கையில. அவங்களுக்கு இன்னும் அது புரியல.
ஓ போடு நோட் பண்றதுக்குள்ள போங்கடா. ஓஹோ சண்டை போட சொன்ன யார் இங்க வந்து நிறுத்திக்கிறீ முடியா பிடிச்சாரு. செம்ம மியூசிக்ல நித்யமேனனுக்கு வர்றது. சண்டைக்கே வேணாடா என்ன விடுங்கடா. அவர் ஹீரோயினை பக்கத்துல வைக்காம சண்டையே போட மாட்டாரு. இவர் நல்லா வாட்ட சாட்டமா இருக்கிறதுக்கு ஏற்ற மாதிரி என்னமா பண்ணிட்டு இருக்காரு? இம்ப்ரெஸ் பண்ணிட்டு இருக்காருப்பா. പാതിബലം തന്ന പെറ്റമ്മയുടെയും ദേഹബലം തന്ന തട്ടകത്തിന്റെയും നേരെ ചൂണ്ടിയ പറങ്കിപ്പുണ്ണ് പിടിച്ച ആയുധം തന്നവനുള്ള കൊലച്ചോറ് തയ്യാറാണെന്ന് ചെന്ന് പറ നിന്റെ മേലാവിനോട്. പോ ഓട്. இவருக்குதான் ഇതെന്താ ചങ്ങായി? നീ കണ്ടില്ലേ ഇത് തീതുപ്പും. തുപ്പാക്കി. ചോടൊക്കെ നന്നായി, പക്ഷെ ഇവിടെ മനസ്സൊന്നുകൂടെ ഉറപ്പിക്കാനുണ്ട്. ഈ തുപ്പിങ്ങി തരൂ. വെള്ളിപ്പന്തും സ്വർണ്ണച്ചാടും പഴകി ശീലിച്ച കൈകളിൽ ഒതുങ്ങുന്ന ഉരുപ്പടി അല്ല തമ്പുരാട്ടി ഇത്. തലച്ചെന്നവരോട് പറഞ്ഞ ചിലപ്പോ കളിക്കാൻ ഇതുപോലെ വേറെ ഒന്നും ഉണ്ടാക്കി തരും. വവാലി വാ. അവര് മലിക്കല. ഇതുണ്ടാക്കിയത് നാടൻ കരുവാനല്ല, പറങ്കി കൈ തന്നെ. അന്വേഷിച്ചു പോയവന്റെ ക്ഷണം തേടിയെത്തിയല്ലോ വവാലി. പുത്തൂര് കടവെത്തണം. വാ. പറങ്കിയുടെ കാര്യം നിക്കട്ടെ, പസിയുടെ കാര്യം പറ. കണ്ടോ കിളിയേ, അല്ലാവും അറിഞ്ഞിട്ടില്ല. யானைக்கு போயிட்டு இருக்க சாப்பாடு. ആനയ്ക്കുള്ളത് ആനയ്ക്ക്, ആലിക്കുള്ളത് ആലിക്ക്. ആചാരമര്യാദ കാട്ടി തലകുമ്പിട്. கிரக்கல் கிரக்கல் பாலாதான் நித்யமேனன். ஆமா, இது அவங்களோட தம்பி. വവാലി അറിവാളൻ ആദരവ് ചോദിച്ചു വാങ്ങില്ല, അഹങ്കാരി അത് ചെയ്യും. ആ മുഷ്കിന് മുന്നിൽ മുട്ടുകുത്തരുത്, അച്ഛന്റെ വാക്ക്. ചെങ്കായി, ഇത് കോലോത്തേക്കുള്ള കാണിക്കയല്ല. മുക്കാലി കെട്ടി ഭാനുവിക്രമന്റെ ചാട്ടവാറ കൊണ്ട് പൊളിക്കടാ ഇവന്റെ പുറന്തോല്. എന്താ പൊണ്ണാറമുത്തേ, കിളിയെ നൊസക്കാട്ടില്ലേ? அம்மா தான் இருந்துட்டு பேசுறியா நீங்கிற மாதிரி போட்டாரு. വീരശൂരനായകൻ മല്ലവ പൊങ്കവൻ അന്നും എന്നും എന്നെന്നും വാണിടട്ടെ. മകനെയല്ല മകളെ വാഴിക്കണം രാജ്യത്ത്, അല്ലെങ്കിൽ ആപത്ത്. ഒരേ ഒരു ആത്മബന്ധു ചേണിച്ചേരി 12 ഭാഷകളിൽ പറങ്കികളുടെ ശക്തമായ പിന്തുണ. വാസ്കോ തന്റെ ഒപ്പം നാട്ടിലേക്ക് കൊണ്ടുപോയ മന്ത്രിമാരിൽ ജീവനോടെ തിരിച്ചുവിട്ടത് ഇയാളെ മാത്രം. അതിനും കാരണങ്ങളുണ്ട് കഥയിൽ. ചരക്ക് ചിറക്കല ചരക്ക് നല്ലതാണെന്ന് നിശ്ചയമില്ല. ലേ ശാന്ത, ഈ അസംഗതം നീ ഞങ്ങളെ പറ്റിക്കാൻ വന്നാണോ? കണ്ണന്നൂരിനോട് ദുർമുഖം കെട്ടാൻ സിംഹളത്തു നിന്നും ബംഗാളത്തു നിന്നും വന്ന പുതിയ പങ്ക് വെച്ചോടക്കാൻ നിനക്ക് എന്ത് തന്നു? നിന്റെ സുൽത്താൻ ഇസ്മാലിക്ക് ദുർബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന മമുലുക്കന്മാരെ റൂമികളെയും ഈ ചേണിച്ചേരി കുറുപ്പിന് നേരിട്ടറിയാം. മുന്നിൽ കണ്ടാൽ കുടുംബം പറഞ്ഞ് പേര് വിളിക്കുന്ന പരിചയമുണ്ട്. നീയൊക്കെ നേരെ കച്ചവടത്തിന് പായി വിരിച്ചു വന്നതോ അതോ ചതിപ്പും ഗർവുമായി തുലയാൻ വന്നതാണോ? പറങ്കിവാൾ പ്രമാണത്തിൽ കാര്യങ്ങൾ നടക്കുന്ന അറക്കലിനോട് കാട്ടുന്ന കൂറ് നീ ഇവിടെയും കാട്ടണം. കോലത്ത് നാടുവാഴും തമ്പുരാൻ തരുന്ന സമ്മാനം ചെറുതാകില്ല. റോ ചേണിച്ചേരിയുടെ നയം നന്നായി. പുരാണവും പരിഭവം പറച്ചിലും കുറച്ച് കൂടിയോ എന്നേ ഉള്ളൂ. തമ്പുരാനെ, ആ അറബിക്കും ചീനക്കാർക്കും മുന്നിൽ നമ്മുടെ തല കുനിയുന്ന ഒരു കാലം ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർക്ക് നമ്മളില്ലാതെ പറ്റില്ല. 100 പണം മുളകിന് മിശ്രയിൽ ഇന്നത്തെ നടപ്പുവില 12,000. ഇനി അതല്ല, അറബി പോകുന്ന ഈ പോട്ടെ, ദേ പോകുന്നു. ബാക്കി എത്ര കിടക്കുന്നു? ഇറ്റല്യ, സ്പാനിയ, ജർമ്മനിയ, ഫ്രാൻസ്യ, ഇവിടൊക്കെ നാം പടകുകൾ അയക്കും, കച്ചവടം ചെയ്യും. എന്തു സ്പാനിയ, എന്ത് ഇറ്റല്യ. കച്ചവടത്തിന് നമ്മുടെ കപ്പലുകൾക്ക് ഛേദം വരാതിരിക്കാനുള്ള തിരിച്ചറിയൽ കടലാസ് കർദാസ് തരാമെന്ന് പറഞ്ഞു. കർദാസൊക്കെ അറക്കൽക്കാർ നേടി. അതാ മമ്മാലിയുടെ മിടുക്ക്. പറങ്കി വിരോധം വെച്ചിട്ട് എന്ത് കാര്യം? മാലിദ്വീപിൽ നിന്ന് പടിയിറക്കിയില്ലേ മമ്മാലിയെ? പറങ്കി തരാമെന്ന് പറഞ്ഞ ഒന്നും തരാതിരുന്നിട്ടില്ല.
തരും തരും തന്നതൊക്കെ കണ്ടു. കോലത്ത് നാട്ടിലെ മന്ത്രിയുടെ പിടിപ്പേട് കൊണ്ട് കോലത്തെരിക്ക് കുപ്പ. എന്ത് വേണമെന്ന് എനിക്കറിയാം. എനിക്ക് താമ്പൂലം അല്ല നടക്കടാ. മുത്തശ്ശിമരം തൊഴാൻ പോയ ചിറക്കലെ കൂട്ടത്തെ കൊല്ലാൻ വന്ന് പിഴച്ചു പോയവർ പുത്തൂരക്കടവിൽ കുന്തക്കാരെ വച്ച് ഞാൻ കുടുക്കി. കൊന്നിട്ടവരെ പച്ചോല പൊതിഞ്ഞ് എത്തിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ തമ്പുരാനെ? சிஸ்டர் அட்டாக் பண்ண அந்த குரூப்ல பாக்கின்றாங்க. ஆனா அவ பார்த்தா சொல்றாள்ல இவதான் காப்பாத்துறாங்கன்னு. കടലിൽ അങ്ങോട്ട് പാലം കെട്ടി ഗാമിയെ എഴുന്നള്ളിച്ച് മുൻഗാമിയെ നമിക്കണം. എന്റെ മകളെ ചുട്ടുകൊല്ലാൻ പറങ്കി ആയുധം വയ്ക്കുന്നു. 6 മുതൽ 6 വരെ പടമുട്ടുന്ന നാട്ടുപഴക്കം മറന്നത് തെറ്റ് തന്നെ. പെണ്ണിനെ കൊല്ലാൻ ആളയച്ചത് പറങ്കിയാവാൻ തരമില്ല തമ്പുരാൻ. ഈ ഒരു ബലിഹസന്റെ തന്നെ അറക്കല ബലിഹസൻ. കോലത്തെ പെണ്ണിന്റെ നേരെയോ അറക്കലെ അഹമ്മദി? അത്രയ്ക്കായോ കുടുംബം മുടിച്ചോനെ? ചിന്തിച്ചു നിൽക്കാതെ ഇറവെള്ളത്തെ മുക്കെലികളെ അല്ലെങ്കിൽ വേണ്ട തിളച്ചെണ്ണയിൽ ഏറി വേണ്ട കുട്ടിൽ ഇടഞ്ഞ ആനയെ കൊണ്ട് ചവിട്ടിച്ചു കൊല്ലേ. കൊണ്ടുവാ കൊമ്പനെ. சொல்றீங்க நாங்க தான் காப்பாத்துறோம். എന്തോരോ ഒച്ച. ആ ഉരുള് കട്ടതിന്റെ ശിക്ഷയാ. ആനക്കുള്ളത് ആനത് കൊടുത്തിട്ട് എനിക്ക് ഈ കഥ വന്നല്ലോ. ചിറക്കല പെണ്ണിന് നേരെ വിരൽ പൊക്കിയവൻ. എന്റെ അച്ഛൻ പറഞ്ഞതൊന്നും പറയാനില്ലേ? പോലോത്ത് പെണ്ണുങ്ങൾ സഭയിൽ എഴുന്നള്ളി പഴക്കമില്ല. രക്ഷിച്ചവരെ ശിക്ഷിച്ചാണോ പഴക്കം? അഹമ്മദ് കാണിച്ചവനെ തിരുമുമ്പിൽ എത്തിച്ചത് ഭാനുവിന്റെ മിടുക്ക്. വിഡ്ഢിത്തം. ഇവരില്ലെങ്കിൽ ഈ തുപ്പുന്ന തുപ്പാക്കി. തുപ്പാക്കിക്ക് പൊട്ടിയെന്നെ എന്റെ നെഞ്ച്. കൊല്ലാനുള്ള കൽപ്പന തിരുത്തി തമ്പുരാൻ ഈ വീരരെ മാനിക്കണം. വിളിച്ചവനെ ഭാനു പിറപ്പ് കേടും കൊണ്ട് കൊടികെട്ടി നടാ. എവിടെ മൂപ്പിൽ നായ? അഴിച്ചുവിടാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ചോരനാറുണ്ട് ചോര. എയ്ത്തും പോയത്തും എവിടെയായത്? ചുവടുറപ്പിച്ച ആയുധം തന്നത് അച്ഛൻ തന്നെ. മെയ്യറിയാത്ത വേഗം തന്നത് കരിക്കത്തിയമ്മ. എഴുത്താണിപ്പിടി ഉറച്ചത് കരുമലയിൽ. അടവും അഭ്യാസവും ഒരിടത്തു നിന്ന് മാത്രമാക്കിയില്ല. ആഹാരം തരാൻ ഇവനും ഇവന്റെ ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മങ്ങാട്ടും വന്നലച്ചേരിയും വേപ്പൂരും ധർമ്മപട്ടണത്തും ഗുരുക്കൾ. പുറം നാട്ടുകാരെ തമ്പുരാന്റെ കീഴിൽ അടയ്ക്കു രീതി പഠിച്ചു. പിന്നീട് തെക്ക് ചോളത്ത് ഭീമയിൽ പേരറിയാത്തൊരു ഫക്കീർ അരിയും മീനും തന്ന ഉസ്താദായി. അദ്ദേഹമാണ് വാളൂർ പെരുംകളരിയിൽ പഠിപ്പ് തീർക്കാൻ വിട്ടത്. നിന്റെ ശത്രുവാര്? കണ്ണിലൊന്നും കയ്യിൽ കള്ളവുമുള്ളവൻ. ഇനി പേരറിയണമെന്നാണെങ്കിൽ പഠിപ്പ് തുടങ്ങുമ്പോൾ അതൊരാളായിരുന്നു. കുലം മുടിച്ച ശത്രു. വളരും തോറും അവൻ പെരുകുന്നു. നാട് നിറയുന്നു. പട്ടിണി മരണവും പഞ്ഞവും പിടിച്ച ഒരു കൂട്ടം പറങ്കികള് തുന്നൽ പറഞ്ഞു ഉടുപ്പുമിട്ട് മുളകും ചോദിച്ചു വന്നു. ഇന്നവന്റെ അടിയുടുപ്പ് ഉണങ്ങാനിട്ടിരിക്കുന്നത് എന്റെ പടവാളിന്റെ തുമ്പത്ത്. എന്റെ സിംഹാസനം ഓന്റെ പറങ്കിയുടെ ചവിട്ടുപടി. അവന്റെ തുപ്പ് എനിക്കുള്ള ആജ്ഞ. കേലു, ഇവിടെ ഒരു കാവടി കെട്ടാൻ നിൽക്കില്ലേ? സ്ഥലം ശരിയില്ല. നാളെ ബലിയഹസനെ തൂക്കിലേറ്റാൻ പുണ്യവതി കഥരീനയുടെ നാമത്തിലുള്ള പറങ്കി കപ്പലിൽ പിസ്റായി വരുന്നു. വാസ്കോഡ ഗാമ പിസ്റായി. 22 വർഷത്തിന് ശേഷം. അറക്കില തൂക്കിലേറ്റ് നടക്കരുത്. എന്റെ മകളെ ചുട്ടുകൊല്ലാമെന്ന പറങ്കി അറിയണം. കോലത്ത് നാട്ടിലും ആണെന്ന് പറയുന്നവനുണ്ടെന്ന്. എനിക്ക് ഗാമയെ വേണം. ഈ കാൽക്കൽ നിനക്കത് ചെയ്യാൻ പാകമുണ്ട്. നീ അത് ചെയ്യുവോ? ഇല്ല. ഇവിടെയാണോ ചേണിച്ചേരി വക ഈ നായ്ക്കൾക്ക് സദ്യ? നന്നായി തമ്പുരാനെ. ഞാൻ പകുതിക്ക് വെച്ച് മറന്നുപോയൊരു പുലയാട്ട് വാക്കാണിവൻ. ഇവനെ കാര്യമാക്കണ്ട. പറയേ, എനിക്ക് കൊണ്ടുതരാവോ അറക്കൽ കോട്ടയിൽ എഴുന്നള്ളുന്ന ഗാമയെ? ദക്ഷിണ വെച്ച് പോരിന് ക്ഷണിച്ചാൽ നീതിക്ക് വേണ്ടി നിൽക്കുന്നത് തലകുനിക്കാത്തവന്റെ ധർമ്മം. അച്ഛന്റെ വാക്ക്. അറക്കൽ ബീവിക്ക് കേലു ബിരിയാണിയും മാലി ബിരിയാണിയും. പണം കൊണ്ട് വിലക്ക് കിട്ടില്ല എന്നെ. എനിക്കത് തോന്നണം തമ്പുരാൻ. ഞാനത് ചെയ്യും. ആ വിരൽ മുറിയൻ ചെമ്പൻ പറങ്കിയെ അറക്കലിൽ നിന്നും ഇവിടെ എത്തിക്കും. പറങ്കികളുടെ പിസ്റോയ്, ഇന്ദു സമുദ്രത്തിന്റെ അധിപതി. കേമരിൽ കേമൻ ഗാമയുടെ മുന്നിലെത്താൻ പോലും നീ ആളല്ല. പാടുപാട്ട് നിർത്തടാ നായ. ചെറിയമ്പ്ര, നാഴിക വട്ട 40 തികയും മുമ്പ് ഇപ്പറഞ്ഞ വാക്ക് കേളു പാലിക്കും. മച്ചിൽ ചലയ്ക്കുന്ന പല്ലിയുടെ വാലിന്റെ ബലമെങ്കിലും നിന്റെ ചേലക്കടിയിലെ ആണത്വത്തിനുണ്ടെങ്കിൽ ഈ തമ്പുരാന്റെ നാക്കടിയിൽ കിടന്ന് പുളിക്കുന്ന പൊലയാട്ടിന്റെ കറ തീർക്ക്. ഇനി അതല്ല, കാമ്പിന് കനമുണ്ടെന്നാണെങ്കിൽ കൂടവാ. ആൺകൂർ എന്തെന്നും ഏതെന്നും കാട്ടിത്തരാം. പട്ടിപ്പടയെന്ന് പറഞ്ഞാലും പട്ടരുപടയെന്ന് പറഞ്ഞാലും എനിക്കും ഇവനും ഒരു ജാതിയേ ഉള്ളൂ. പോരാട്ടത്തിന്റെ ജാതി. ഒരു ജാതകമേ ഉള്ളൂ. പോരാളിയുടെ ജാതകം. ഉണ്ടു ഇവിടുത്തെ ചോറൊരു പിടി. തരുന്നു
കേളുവിന്റെ നെഞ്ചു തൊട്ടൊരു വാക്ക്. വീര, നിനക്ക് കൂട്ടുവരും മിടുക്കരായ 5 പോരാളികൾ. പോ, തിരികെ എത്തും വരെ എന്റെ പ്രാർത്ഥന. ஓகே, தேங்க்யூ ஃபார் வாட்சிங் பார்ட் 1. நம்ம பார்ட் 2ல சந்திப்போம். பை பை.